ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് മടിയൻകുലം ക്ഷേത്രത്തിലേട്ടാണ്. ഇപ്പോൾ വടക്കൻ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മടിയൻകുലം ഒരു പുരാതനമായ ക്ഷേത്രമാണ് ഗായ്സ്. പിന്നെ അത് അവിടെ നാഗത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ഗായ്സ്. ഇത് പുറത്താണ് ഇതിൻ്റെ. ഇവിടെ നല്ല ഫുള്ളും നല്ല ഡിസൈനൊക്കെ ആയിട്ട് ശിവൻ്റെ ഒക്കെ ഞാനിവിടെ ഇരിക്കുകയാണ്. പിന്നെ ഗായ്സ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടി കൊത്തുപണികൾ, ഇതിഹാസ കാവ്യങ്ങൾ പേരുകേട്ടതാണ് ഗായ്സ് ഈ ക്ഷേത്രം. പിന്നെ വിവിധ മതങ്ങളുടെയും ജാതികളുടെയും ഐക്യമാണ് കവിതകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടേക്കൊക്കെ കുറേ ആൾക്കാർ ഈ ഷൂട്ടിങ്ങിനൊക്കെ വരാറുണ്ട്. ഫോട്ടോ ഷൂട്ടിങ്ങിനും വെഡ്ഡിങ് ഷൂട്ടിങ്ങിനും കുറേ ആൾക്കാർ വരാറുണ്ട്. രാവിലെ ആയിരുന്നു ഇങ്ങോട്ട് വന്നത്, വൈകുന്നേരം എല്ലാ സമയം ഇവിടെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ മറ്റേ ഷൂട്ടിങ്ങിന് 500 റുപ്പീസ് കൊടുക്കണം ഫീസ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. കുറേ ആൾക്കാർ വരാറുണ്ട് ഗൈസ്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. എൻ്റെ മാമൻ്റെ ഒരു ഷൂട്ടിങ്ങിനായിട്ട് വന്നതാണ്. അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഗായ്സ്, ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ബ്രാഹ്മണ പുരോഹിതൻ്റെ ഉച്ചയ്ക്ക് മാത്രമേ ഇവിടെ പൂജ നടത്തുകയുള്ളൂ. രാവിലെയും വൈകുന്നേരവും മണിയാണികൾ എന്ന പൂജാ വിഭാഗമാണ് ഇവിടെ നടത്തുന്നത്. പിന്നെ ഗായ്സ്, ഇന്ത്യയിലെ കേരളത്തിലെ കാഞ്ഞങ്ങാടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ശ്രീ മടിയൻകുലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 500 വർഷത്തോളം പഴക്കമുള്ള കാസർഗോഡിലെ ഏറ്റവും പ്രമുഖമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ക്ഷേത്രപാലകൻ ഈശ്വരൻ, കാളരാത്രി അമ്മ, ഭദ്രകാളി എന്നറിയപ്പെടുന്ന മാതൃദേവതയ്ക്കാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഗായ്സ്. പിന്നെ ഈ ക്ഷേത്രം 6 ഏക്കർ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഗായ്സ്. നല്ലൊരു പ്ലേസാണ്, എല്ലാവരും വരണം ഗായ്സ് ഇങ്ങോട്ടേക്ക്. രാമായണത്തിൻ്റെയും മറ്റ് ഇതിഹാസങ്ങളെയും പുരാതന കഥകൾ ചിത്രീകരിക്കുന്ന ശില്പങ്ങളും തടി കൊത്തുപണികളും പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. ഇതിപ്പോൾ ക്ഷേത്രപാലകൻ്റെ പൂജ നടക്കുകയാണ് ഗായ്സ്. ഇത് ശ്രീ മടിയൻ കാളരാത്രി അമ്മയാണ്, ഭദ്രകാളി. ഇവിടെയൊക്കെ വീഡിയോ എടുത്തതാണ് ഗായ്സ്. ഇവിടുത്തെ ഇതാണ് സ്വാമിയാണ്. പൂജയൊക്കെ കഴിച്ച് ഞാനിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഫുള്ളും പൂന്തോട്ടമാണ്, ചുറ്റിലും പൂന്തോട്ടമുണ്ട് ഗായ്സ്. ചുറ്റിലും നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ല പൂന്തോട്ടമാണ്. അവിടെ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഗോപുരങ്ങൾ. പൂജയ്ക്ക് നിൽക്കുകയാണ് എല്ലാവരും. ഇത് ഇവിടുത്തെ കുളം ആണ് ഗായ്സ്. ഇവിടുന്ന് ഷൂട്ടിങ് ചെയ്യാറുണ്ട്. രാവിലത്തെ ആയതുകൊണ്ട് നല്ല സീനാണ്. വലിയ കുളമാണ്, മീനൊക്കെ ഉണ്ട്. കുളത്തോട്ട് ഇറങ്ങിയാണ് ഗായ്സ്. എല്ലാവരും വരണം ഗായ്സ്, നല്ലൊരു പ്ലേസാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഷൂട്ടിങ്ങൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം.
ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത്. ഇത് മടിയൻ കാളരാത്രി അമ്മയാണ്. ഇത് ഇവിടുത്തെ ഒരു വലിയ കിണറാണ്. എല്ലാം ഉണ്ട് ഇവിടെ. പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ വരലുണ്ട് ഗായ്സ് ഇങ്ങോട്ട്. നമ്മ പോയ ദിവസം കുറേ ആൾക്കാരുണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്. പ്രസാദമെല്ലാം കിട്ടി ഗായ്സ്. പിന്നെ പ്രസാദം കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഉണ്ണിയപ്പ പ്രസാദം. ഇവിടെ കുളത്തിൽ നിന്ന് ഷൂട്ടിങ് ചെയ്യാണ്. വലിയ കുളമാണ് ഗായ്സ് ഇവിടെ. വേറൊരു കുളമുണ്ട് ഗായ്സ്, അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാനിവിടെ കുളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഗായ്സ്. ചെരുപ്പിടാത്തതുകൊണ്ട് കാലിൽ മുള്ളു കുത്തുന്നുണ്ട്, അതുകൊണ്ട് വേഗം വന്ന്. ഇത് ഞാൻ എൻ്റെ ഷൂട്ടിങ്ങാണ് ഗായ്സ്. വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരവസരം കിട്ടുന്നതിന് മാസത്തിൽ ഡിസംബർ ജനുവരി പാട്ടുത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. കൂടാതെ ഭക്തർക്കുള്ള വിവിധ വഴിപാടുകളുമുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. ബൈ ഗൈസ്.